സൂറത്ത് തക്വീറിന്റെ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, മനുഷ്യരെ നിങ്ങൾ എങ്ങോട്ടാണ്, എവിടേക്കാണ് പോകുന്നത്? വഅൈന തദ്ഹബൂൻ, വഅൈന തദ്ഹബൂൻ, മനുഷ്യരെ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? എന്ത് ചോദ്യമാണ് സഹോദരങ്ങളെ! നമ്മൾ വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കയ്യിലാണ് നമ്മൾ വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ നിന്നാണ് നമ്മൾ വന്നത്. തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കയ്യിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകേണ്ടവരാണ്. അതിൽ ഒരു സംശയവുമായിരുന്നില്ല. പക്ഷേ അത് മറന്നുകൊണ്ടാണ് നമ്മൾ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടിയെ ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് കളിപ്പിക്കാൻ വേണ്ടി മുകളിലേക്ക് ചാടുന്ന സമയത്ത്, മുകളിലേക്ക് നമ്മൾ എടുത്തിങ്ങനെ അറിയും കളിപ്പിക്കാൻ വേണ്ടി, ആ സമയത്ത് കുറച്ച് സമയത്ത് ആ കുട്ടി ആ മാതാവിൻ്റെ അല്ലെങ്കിൽ ആ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പോകും. പക്ഷേ തിരിച്ച് ആ പിതാവിൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ച് ആ കുട്ടി വന്നു ചേരും. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, മനുഷ്യരെ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അള്ളാഹുവിനെ മറന്നുകൊണ്ട്, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നടന്നിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അവസാനം അള്ളാഹുവിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു പോകേണ്ടവരാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തിനെ കുറിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു ഹദീസിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധ സന്ദർഭത്തിൽ ഒരു ഉമ്മാക്ക് ഒരു കുട്ടി നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരുപാട് അന്വേഷിച്ച് ആ കുട്ടിയെ, ആ മാതാവിനെ കിട്ടിയ സമയത്ത്, തിരിച്ചു കിട്ടിയ സമയത്ത് ആ കുട്ടിയെ ആ ഉമ്മ, ആ മാതാവ് മാരോട് ചേർത്ത് പിടിച്ചിട്ട് ചുംബിക്കുന്നത് ചെയ്തപ്പോ ആ കാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബികളും ആ കാഴ്ച കണ്ട സമയത്ത് റസൂലുള്ളാഹി ആ സ്വഹാബികളോട് ചോദിച്ചു, ആ ഉമ്മ, ആ മാതാവ് ആ കുട്ടിയെ തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നേരം സ്വഹാബികൾ പറഞ്ഞു, ഒരിക്കലുമില്ല നബിയെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയാണ്, ആ കുട്ടിയെ ആ മാതാവ് എത്ര സ്നേഹിക്കുന്നോ അതിനേക്കാളും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയെ, നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു മാതാവ് ഒരു കുട്ടിയെ സ്നേഹിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ ഒരു കുഞ്ഞി ആ മാതാവിന് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ആ മാതാവിനോട് കരഞ്ഞ് ചോദിക്കുന്നത് പോലെ അള്ളാഹുവിനോട് നിങ്ങൾ കരഞ്ഞ് അള്ളാഹുവിനോട് കൈനീട്ടി യാചിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത് സഹോദരൻ. കാരണം ആ ഉമ്മയുടെ സ്നേഹം പോലും നൽകിയത് റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. മനസ്സിന്റെ സമാധാനം, ലവ്, സ്നേഹം, പ്രണയം ആരെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലാ ബിസിഖറില്ലാഹി തത്മഇന്ന ഖുലൂബ്. മനസ്സിന്റെ സമാധാനം അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ആ ഹൃദയം സമാധാനം കണ്ടെത്താൻ. അല്ലാഹുവിനെ കുറിച്ചുള്ള ആ ഓർമ്മകൾ, അല്ലാഹുവിനെ കുറിച്ചുള്ള ആ സ്നേഹം മനസ്സിൽ നിറച്ചാൽ മാത്രമേ നിങ്ങളുടെ ഹൃദയം ശാന്തമാകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സൂറ ബഖറ 165-ാമത്തെ ആയത്തിൽ, വമിനൻ നാസി യത്തഖിസൂ മിൻ ദൂനില്ലാഹി അൻജാദ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അല്ലാഹുവിനെ പുറകെ അവരെ നമ്മാരായി സ്വീകരിക്കുന്നവർ അവരെ കൂട്ടത്തിലുണ്ട്. യുഹിബ്ബൂനഹും, അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ മറ്റുള്ളവരെയും സ്നേഹിക്കുന്നു. എന്നിട്ട് ഇതേ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നെക്സ്റ്റ് ആയിട്ട് പറയാണ്, വല്ലസീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ നിന്ന് ഒഴിവാണ്. കാരണം അവർക്ക് എന്നോട് കടുത്ത പ്രേമമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ചിന്തിക്കണം സഹോദരങ്ങൾ, അല്ലാഹു പരാതി രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നത്. ചിന്തിച്ചു നോക്കണം, അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെയാണ് അവർ മറ്റതിനെയും സ്നേഹിക്കുന്നത് എന്നാണ്. എന്ന് വെച്ചാൽ പണം, സമ്പത്ത്, സത്യവിശ്വാസികളെ സംബന്ധിച്ചോളം അവര് അതിൽ നിന്ന് ഒഴിവാണ്. അവര് അല്ലാഹുവിനെ കുറിച്ചുള്ള സ്നേഹം, അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് കടുത്ത പ്രേമമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ കുറിച്ച് പറയുന്നത്. അതേ മറിച്ച് ചിലര് അല്ലാഹുവിനെ പോലെ അവര് മറ്റതിനെയും സ്നേഹിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ചിന്തിച്ചു നോക്കണം സഹോദരങ്ങളെ, നിങ്ങൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങൾക്ക് നൽകിയത്. എല്ലാ കാര്യങ്ങളും. സ്നേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്നേഹം എന്നുള്ളത് പുറമേക്ക് കാണുന്ന ഒരു കാര്യമല്ല. പുറമേക്ക് സ്നേഹം കാണിക്കാൻ പറ്റില്ല. ഈ പണം, സമ്പത്ത്, ഇതൊക്കെ എടുത്ത് കാണിക്കുന്നത് പോലെ എനിക്ക് സ്നേഹമുണ്ട് എന്ന്
സ്നേഹത്തിന് എടുത്ത് നമ്മൾക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അള്ളാഹുവിനെ ധിക്കരിച്ച് പറയുന്ന ആളുകൾ അവരും സ്നേഹത്തിനെ വിശ്വസിക്കുന്നുണ്ട്. അവരാരും സ്നേഹം ഇതുവരെ കണ്ടിട്ടില്ല. അള്ളാഹുവിനെ ധിക്കരിച്ച് അള്ളാഹുവിനെ കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ, ദൈവത്തിനെ കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്ന ആളുകൾ ഈ സ്നേഹത്തിനെയും വിശ്വസിക്കുന്നു. പക്ഷേ ആ സ്നേഹത്തിനെ അവര് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അതിന്റെ സൂചനകൾ മാത്രമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിന്റെ സൂചനകൾ മാത്രമേ പുറമേക്ക് കാണൂ. അള്ളാഹു ഉണ്ടെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഖുർആനിൽ കുറെ ആയത്തൊന്നുമില്ല, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, സാധിക്കില്ല. കാരണം മനുഷ്യന്റെ ഫിത്രയിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമ്മുടെ ജനിച്ചപ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ ഫിത്രയിൽ തന്നെ അത് നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വരി നിങ്ങൾക്ക് കാണാം, മുങ്ങി താങ്ങുന്ന കപ്പലിൽ ഒരു നിരീശ്വരവാദിയും ഉണ്ടാവില്ല എന്നാണ്. എന്ന് വെച്ചാൽ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്ന ആ കപ്പലിൽ ഒരു നിരീശ്വരവാദിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം അവിടെ എല്ലാവരും ആ സമയത്ത് ദൈവത്തിന് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അല്ലെ? കാരണം അത് നമ്മുടെ ഫിത്രയിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു വലിയ ഒരു നന്മയാണ് സഹോദരങ്ങളെ. പക്ഷേ നമ്മൾ അതിനെ ധിക്കരിച്ച് നടക്കുന്ന സമയത്ത് അവസാനം നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ ഇച്ഛ കാരണം ഈ പ്രാണികളെ പോലെ മനുഷ്യന്മാരും ജീവിച്ചു പോവുകയാണ്. ഒരു ഗോലുമില്ലാതെ, ഒരു ക്രീമുമില്ലാതെ. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരെ നമ്മൾ എങ്ങനെയാണ് അവരെ സ്നേഹിക്കുന്നത്, അതിന്റെ സൂചനകൾ, നമ്മൾ അവരെ സ്നേഹിക്കുന്നോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് സൂചനകൾ അവർ പറയപ്പെടുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് അവർ പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുക, ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും ആ കാര്യത്തിനെ കുറിച്ചായിരിക്കും. നമ്മൾ ഏത് കാര്യത്തിനെയാണോ അധികം കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് ആ കാര്യത്തിനെ ആയിരിക്കും നമ്മൾ കൂടുതൽ സംസാരിക്കാനും ചിന്തിക്കാനും ആഗ്രഹിക്കുന്നത്. അതുപോലെ ആ കാര്യത്തിന് വേണ്ടിയായിരിക്കും സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയും നമ്മൾ ആഗ്രഹിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്തിനെ കുറിച്ചാണോ അധികം ചിന്തിക്കുന്നതെന്ന് നോക്കിയാൽ മതി. നിങ്ങളുടെ ഹൃദയത്തിന്റെ രുചി നിങ്ങളുടെ നാവിലൂടെ അറിയാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ രുചി, ഹൃദയത്തിന്റെ ടേസ്റ്റ് നിങ്ങളുടെ നാവിലൂടെ അറിയപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. കാരണം നമ്മുടെ ഹൃദയത്തിൽ എന്തുകൊണ്ടാണോ അധികം നമ്മൾ ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മുടെ നാവിൽ നമ്മൾ ഇങ്ങനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കണം സഹോദരങ്ങൾ, നിങ്ങൾ ചോദിക്കണം സഹോദര, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾ അള്ളാഹുവിനെയാണോ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സ്മരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ചോദിച്ചു നോക്കണം. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും ഞാൻ ചോദിക്കുകയാണ്, ആണോ സഹോദരങ്ങൾ? അള്ളാഹുവിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചായിരിക്കും അധികം റിമെമ്പർ ചെയ്യുന്ന, അധികം ഓർക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചായിരിക്കും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ, ഏറ്റവും മനോഹരമായിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അള്ളാഹുവായിട്ട് സംസാരിക്കാൻ തോന്നുമ്പോൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും. അതേപോലെ അള്ളാഹു എന്നോട് സംസാരിക്കാൻ എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ ഖുർആൻ എടുത്ത് വായിക്കുമെന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ രണ്ടാമതായിട്ട് പറയപ്പെടുന്നത്, സ്നേഹിക്കുന്ന ആളുകൾ പറയുന്നത് നിങ്ങൾ കേൾക്കും. അതിൽ ഒരു തർക്കത്തരവും പറയാതെ സ്നേഹിക്കുന്ന ആളുകൾ എന്ത് പറയാൻ വേണ്ടി, എന്തെങ്കിലും നമ്മളോട് ആവശ്യപ്പെട്ട് അത് നമ്മൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും, അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. അവർ പറയുന്നത് കേട്ട് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയണം എന്ന് ആയിരിക്കും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്തെങ്കിലും ആവശ്യപ്പെട്ട് അത് ചെയ്തു കൊടുത്ത് അവരെങ്ങനെങ്കിലും തൃപ്തിപ്പെടുത്തണം, അവരെങ്ങനെങ്കിലും സന്തോഷിപ്പിക്കണം എന്നതിനെ കുറിച്ചായിരിക്കും നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്ന 5 വക്തുള്ള നിസ്കാരം, നോമ്പ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ പറയുന്നത്, ഇതൊക്കെ നിങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. സുബ്ഹാനല്ലാഹ്. അതുപോലെ മൂന്നാമതായിട്ട് അവർ പറയുന്നത് ഭയം. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ വിട്ടു പോകും എന്നൊരു നഷ്ടബോധം, പേടി എപ്പോഴും നമ്മളിങ്ങനെ കാടിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു, അവരെന്നെ വിട്ടിട്ട് പോവോ, നഷ്ടമാകുമോ എന്നൊരു പേടി ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. സ്വയം നിങ്ങളോട് ചോദിച്ചു നോക്കുക സഹോദരങ്ങളെ, എന്ത് നഷ്ടപ്പെടുന്നതിനെയാണ് നിങ്ങൾ ഇപ്പോൾ ഭയക്കുന്നത്? എന്ത് നഷ്ടപ്പെടുന്നതിനെയാണ് നിങ്ങൾ ഇപ്പോൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? പണമാണോ, അതോ കുടുംബമാണോ, അതോ മക്കളാണോ, അതോ ഭാര്യയാണോ? ആരാണ് നിങ്ങൾ വിട്ടുപോകുന്നതിനെ കുറിച്ച്, നഷ്ടമാകുന്നതിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു അല്ലാണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടമാകും. അള്ളാഹു അല്ലാണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായും നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ
അള്ളാഹുവിനോട് കടുത്തും പ്രണയം കാണിക്കുക, അള്ളാഹുവിനോട് കടുത്തും സ്നേഹം കാണിക്കുക. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, മാതാവ് അല്ലെങ്കിൽ പിതാവ് കുട്ടിയോട് അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഉപദേശിക്കും. ഒരു കുട്ടി, ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി തീയിന്റെ അടുക്കലേക്ക് പോകുന്ന സമയത്ത് ആ മാതാവ് ഒരു സമയത്ത് പോകണ്ടെന്ന് പറഞ്ഞ രണ്ടാമത്തെ സമയത്ത് ആ കുട്ടിയെ ആ മാതാവ് അല്ലെങ്കിൽ ആ പിതാവ് അടിക്കും. പക്ഷെ അടിക്കുന്ന സമയത്ത് ആ കുട്ടി വിചാരിക്കും, എന്നോട് ഇയാൾക്ക് എന്ത് വെറുപ്പാണ്, ഇയാൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നില്ല. അങ്ങനെ മാതാപിതാക്കളെ കുറിച്ച് ആ കുട്ടി ചിന്തിക്കും. പക്ഷേ ആ മാതാവ് അല്ലെങ്കിൽ പിതാവ് ആ കുട്ടി ആ തീയിന്റെ അടുക്കൽ പോയിട്ട് ആ കുട്ടിക്ക് അനുഭവിക്കാൻ പോകുന്ന വേദനയെ കുറിച്ച് ആ മാതാവിനെ അറിയാം, ആ പിതാവിനെ അതറിയാം. അതുകൊണ്ടാണ് അവിടേക്ക് പോകല്ലേ, അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഉപദേശിക്കുന്നത്, അടിക്കുന്നത്. അതേപോലെയാണ് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്ന് നിങ്ങളോട് കൽപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, അതില് നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, സ്നേഹം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അധികരിപ്പിച്ച് ചേർക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ള സ്നേഹം കടുപ്പമാകട്ടെ. ഒരിക്കലും എന്തൊക്കെ പരീക്ഷണങ്ങൾ ലോകത്ത് അനുഭവിക്കാൻ വന്നാലും ഒരിക്കലും അള്ളാഹുവിനെ ധിക്കരിച്ച് പറയുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പെടുത്താതിരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.